ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NIS സീനിയർ സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്, സീക്വൻസസ് ആൻഡ് സീരീസ് എന്നുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീക്വൻസുകളെയും സീരീസുകളെയും, വിവിധ തരത്തിലുള്ള സീക്വൻസ്, സീരീസ്, എന്താണ് സീക്വൻസ്, എന്താണ് സീരീസ് എന്നുള്ളതും, ഏതൊക്കെ ടൈപ്പിലുണ്ട്, എന്തൊക്കെയാണ് ആ സീക്വൻസുകളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള സീക്വൻസുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു കളക്ഷൻ ഓഫ് ഡീറ്റെയിൽസ് ആണ്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സീക്വൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സീക്വൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് സ്പെസിഫൈഡ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ ബൈ സം അസൈൻഡ് ലോ എന്നാണ്. കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള നമ്പറുകളുടെ ഒരു കളക്ഷനെയാണ് എന്ത് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ സീക്വൻസ് എന്ന് വേണമെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആണ്, ഒരു സീരീസ് പോലെ ഒരു കളക്ഷൻ ആയിട്ടാണ് കാണുന്നത്. അവയ്ക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ആ ഓർഡറുകൾ ഏതിന്റെ തരത്തിലായിരിക്കും, ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു ഓർഡർ വന്നിട്ടുണ്ടാവുക. ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ നമ്പേഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മൾ പോയി പറയാറുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗുണപട്ടിക മാത്രം നോക്കൂ, അതിലും നമുക്കൊരു സീക്വൻസ് കാണാം. ഇപ്പൊ നോക്കൂ, വേണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 7. അപ്പൊ 7 എന്ന് പറയുമ്പോൾ 7, 14, 21, 28, 35, 42, 49 ഇങ്ങനെ പോകുന്നു. ഇതെല്ലാം കൃത്യമായ ഒരു ഡെഫിനിറ്റ് ഓർഡറിലാണ് ഉള്ളത്. ആ ഓർഡർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഒരു സീക്വൻസ് ഒരു 7ന്റെ മൾട്ടിപ്പിൾ എന്നുള്ള ഒരു ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു അസൈൻഡ് ലോന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സീക്വൻസുകളെയാണ് അല്ലെങ്കിൽ ഈ കളക്ഷൻ ഓഫ് നമ്പേഴ്സുകളെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. നമുക്കിനി അവ എങ്ങനെയൊക്കെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. പലതരത്തിലുള്ള സീക്വൻസുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ള സീക്വൻസുകൾ? നോക്കൂ, 2, 4, 6, 8, 10 ഇങ്ങനെയുള്ള സീക്വൻസുകൾ, അല്ലെങ്കിൽ 3, 6, 9, 12 എന്ന് പറയുന്ന സീക്വൻസുകൾ, അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് 1, 2, 3, 4, 5 എന്ന് പറയുന്ന സീക്വൻസ്. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം, 11, 14, 17, 20, 23 പോലെയുള്ള സീക്വൻസുകൾ. ഈ സീക്വൻസുകളൊക്കെ നോക്കൂ, ഇവ തമ്മിൽ ഒരു കറക്റ്റ് ഓർഡറിലാണ് ഇത് പോകുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, അടുത്ത സീക്വൻസ് ഏതാണെന്ന് പറയാം. നോക്കൂ, 2 കഴിഞ്ഞ 4, 6, 8, 10. സ്വാഭാവികമായിട്ടും നമുക്കറിയാം അടുത്ത് വരുന്നത് 12 ആയിരിക്കും. എന്തുകൊണ്ടാണ് ആ 12 വന്നത്? ഇവയെല്ലാം ഒരു നിശ്ചിത ഓർഡറിലാണല്ലോ ഈ പോകുന്നത്. 2 കഴിഞ്ഞാൽ അടുത്ത് 2 അക്കത്തിന്റെ വ്യത്യാസത്തിലാണ് ഇത് പോകുന്നത്. അതായത് അടുത്തടുത്ത ഇരട്ട സംഖ്യകളാണ് ഇതൊക്കെ പോകുന്നത്. അപ്പോൾ നിശ്ചിതമായ അടുത്തത് 12 ആയിരിക്കും, പിന്നെ 14 ആയിരിക്കും, 16 ആയിരിക്കും. ഇവ നോക്കൂ, 3, 6, 9, 12 എന്നുള്ളത് ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ ഡിഫറൻസ് ഇവിടെ ഉള്ളത് 3 ആണ്. ഓരോ 3 കൂട്ടിയിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തത് 15 ആയിരിക്കും വരിക, പിന്നെ 18 ആയിരിക്കും വരുന്നത്. ഇനി നോക്കൂ, 1, 2, 3, 4, 5 1ന്റെ ഡിഫറൻസ് ആണ്, അടുത്ത് 6, 7 എന്ന പോലെ ഇതിങ്ങനെ പോകുന്നു. ഇനി നോക്കൂ, 11, 14, 17, 20, 23 ഇവിടെയും 3ന്റെ വ്യത്യാസമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ 26 നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ളവയെ നമ്മൾ എന്ത് പറയുന്നു, സീക്വൻസ് എന്ന് പറയുന്നു. ഇനി സീക്വൻസുകളിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന AP എന്ന് പറയുന്നത്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ളത്, ഈ അരിത്മെറ്റിക് പ്രോഗ്രഷന് നമ്മൾ എന്ത് വിളിക്കുന്നു, ഈ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ചില കാര്യങ്ങളിൽ, അതായത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ 3, 6, 9, 12 പോലെയുള്ളത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ടേം ആണ് ഇത് രണ്ടാമത്തെ പദം, സെക്കൻഡ് ടേം, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഇതില് ഒരു 6ാമത്തെ പദം ഏത് എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും? സാധാരണഗതിയിൽ നമ്മൾ കൂട്ടും. ഇത് 4 ആണെങ്കിൽ അടുത്തത് 15, 16 അങ്ങനെ കൂട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് 60ാമത്തെ പദം എങ്ങനെ കണ്ടെത്തും? അത് മുഴുവനായിട്ട് എഴുതി പോകുന്നതിനൊരു പ്രശ്നമുണ്ട്, അല്ലെ? അപ്പൊ വേണമെങ്കിൽ നമുക്ക് nth ടേം എന്ന് പറയുന്ന ഒരു ഇക്വേഷനെ വേണമെങ്കിൽ എഴുതാം. TN എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ സൂചിപ്പിക്കാം.
പല രീതിയിലും ഇതിനെ സൂചിപ്പിക്കാറുണ്ട്. വേണമെങ്കിൽ nth ടേം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ടേമിനെ നമ്മൾ A1 എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് ഇതിനെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു എട്ടാമത്തെ ടേം നമുക്കിത് ചെയ്തു നോക്കാം. എട്ടാമത്തെ ടേം എങ്ങനെ വരും? nth ടേം, അപ്പൊ T8 ആണ് കാണേണ്ടത്. T8 കാണണമെങ്കിൽ ആദ്യം A1, ഒന്നാം പദം എത്രയാണ്? 3 ആണ്. പ്ലസ് n എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എത്രാമത്തെ പദമാണോ കാണുന്നത് അതാണ്. അപ്പൊ ഇവിടെ 8 ആണ്. 8-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3 പദങ്ങൾ അല്ലെങ്കിൽ 3 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. 3 നോക്കൂ. 3 പ്ലസ് 8-1 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 7 ഇൻറ്റു 3 ആണ് വരുന്നത്. 7 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 21 വരും. 21 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 24. അപ്പൊ ഇതിലെ എട്ടാമത്തെ ടേം എന്ന് പറയുന്നത് 24 ആയിരിക്കും എന്നാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ നമുക്ക് ഏതൊരു ടേമിന്റെയും ഏതൊരു സീക്വൻസിന്റെയും nth ടേമുകളും അതിന്റെ സമ്മുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് nth ടേം കാണുക, അല്ലെങ്കിൽ nth ടേം എന്നാൽ ഫസ്റ്റ് ടേം എങ്ങനെ കാണുന്നു, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഉടൻ തന്നെ ജോയിൻ ചെയ്യുക നാഷണൽ അക്കാദമിയിൽ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.